20,000 രൂപ 70. അതായത് 16 വേണമെങ്കിൽ ഒരു 10,000 രൂപ തരാം. 15 തരാണെങ്കിൽ നിങ്ങൾക്കൊരു 5,000, 6,000 ആ റേഞ്ചിലും തരാം. അത്യാവശ്യം നല്ല കളക്ഷൻസ്. ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പല പേജസും സ്റ്റോഴ്സും ഉണ്ട്. അതായത് ഞാൻ ഒരു സ്കാം അലേർട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യാം. നിങ്ങൾ ഇതിൽ പോയി പെടാതിരിക്കുക. കാരണം ഒരു സ്റ്റോർ ഹബ് എന്ന് പറയുന്ന ഒരു 3 പേജ് ഉണ്ട് അവര്. അപ്പൊ അതിൽ നമ്മുടെ ഒരു സുഹൃത്ത് പുറത്തുള്ള ആൾ, ഇവിടെയല്ല നാട്ടിലല്ല പുറത്താണ് ആള് ഇതുപോലെ ഒരു 13 പ്രോ ഈ പറഞ്ഞ പോലെ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ എമൗണ്ടുകളൊക്കെ അവരെല്ലാം, അതായത് അത്രയും എന്താ പറയുക പ്രീമിയം ഫോൺസ് ആണ്, അതായത് ഐഫോൺസ് ആണ് ഏറ്റവും കൂടുതൽ അതിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ അത്ര അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അതിന്റെ ഫോളോവേഴ്സ് ലിസ്റ്റ് നോക്കിയപ്പോൾ 40, 20, 10 ഒക്കെയാണ് ഫോളോവേഴ്സ് 10K ഒക്കെ ഉണ്ട്. അപ്പോൾ ട്രസ്റ്റഡ് ആണ്, കമന്റ്സും നോക്കി. അപ്പോൾ ട്രസ്റ്റഡ് ആണ് എന്നുള്ള ഒരു ചിന്താഗതിയിൽ അദ്ദേഹം ആദ്യം തന്നെ ഒരു 2,000 രൂപ സ്കാനർ വഴി 2,000 പോളും അത് അയച്ചു കൊടുത്തു. അത് അത്രയും ഭാഗ്യമെന്നേ പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന്റെ. അതിനുശേഷം ഇവര് തമ്മിലൊരു കോൺടാക്ട് ഉണ്ടായി. പിന്നീട് ഒരു കോൺടാക്ട് കുറഞ്ഞ പോലെ തോന്നിയപ്പോൾ അദ്ദേഹത്തിന് ഇത് സ്കാം ആണ്, ചതിയാണെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഫോൺ വേണ്ട, എനിക്ക് റീഫണ്ട് ചെയ്തേരെ, ഇടപാട് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ ബ്ലോക്ക് ചെയ്യും, പിന്നെ ഒരു കോൺടാക്ട് ഇല്ലാതെ പോവുകയും ചെയ്യും. ഇതുപോലെ ഒരുപാട് പേജസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോർ ഹബ് പോലെ ഒരുപാട് പേജസ് ഉണ്ട്. നിങ്ങൾ മാക്സിമം ട്രസ്റ്റഡ് ആയിട്ടുള്ള ഈ ഫോളോവേഴ്സ് കണ്ടിട്ടോ അല്ലെങ്കിൽ കമന്റ്സ് കണ്ടിട്ടോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി എമൗണ്ട് കൊടുക്കാതിരിക്കുക. അത്യാവശ്യം നല്ല എൻക്വയറി നടത്തിയതിന് ശേഷം ഇതുപോലെ ചെയ്യാൻ നിൽക്കുക. സ്കാമിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ആ ക്യാഷ് റിട്ടേൺ കിട്ടാൻ വലിയ പാടായിരിക്കും, ആരാ എന്താണെന്നൊന്നും അറിയാതെ. അപ്പോൾ എന്താണെങ്കിലും മാക്സിമം ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതിൽ പോയി പെടാതിരിക്കുക. ഇതുപോലെ പല സ്കാം പേജസ് ഉണ്ടാവും, ഇതിൽ പോയി പെടാതിരിക്കുക. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ എന്താണെങ്കിലും ഇതുപോലെ ഓഫേഴ്സ് ഒക്കെ കേട്ടിട്ട് ഓടിച്ചാടി പെടുന്നു പോയി പർച്ചേസ് ചെയ്യാതിരിക്കുക.